നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് മേൽപ്പത്തൂർ നാരായണ ഭട്ടപാദനാൽ വിരചിതമായ ശ്രീമൻ നാരായണീയത്തിലെ ബ്രഹ്മാവിൻ്റെ തപസ്സും വൈകുണ്ഠ ദർശനവുമെന്ന 7ാമത്തെ ദശകത്തിലെ 9ാമത്തെ ശ്ലോകമാകുന്നു. ദൃഷ്ട്വാ സംഭൃത സംഭ്രമഃ കമലഭൂഃ ത്വത്പാദപാദോരുഹേ ഹർഷാവേശവശം വദോ നിപതിതഃ പ്രീത്യാകൃതാർത്ഥീ ഭവൻ ജനാസ്യേവ മനീഷിതം മമ വിഭോ ജ്ഞാനം തദാപാദയ ദ്വൈതാദ്വൈതഭവസ്വരൂപപരം ഇത്യാചഷ്ടതം ത്വാം ഭജേ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. ദൃഷ്ട്വാ സംഭൃത സംഭ്രമഃ കമലഭൂഃ ത്വത്പാദപാദോരുഹേ ഹർഷാവേശവശം വദഃ നിപതിതഃ പ്രീത്യാ കൃതാർത്ഥീ ഭവൻ ജാനാസി ഏവ മനീഷിതം ജ്ഞാനം തത് ആപാദയ ദ്വൈതാദ്വയ ഭവസ്വരൂപപരം ഇതി ആജഷ്ട തം ത്വാം ഭജേ. അനന്തരം ഈ ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. ദൃഷ്ട്വാ സംഭൃത സംഭ്രമഃ കമലഭൂഃ ത്വത്പാദപാദോരുഹേ ഹർഷാവേശവശം വദഃ നിപതിതഃ പ്രീത്യ കൃതാർത്ഥീ ഭവൻ ത്വാം വിഭോ ത്വം മമ മനീഷിതം ജാനാസി ഏവ ദ്വൈതാദ്വൈത ഭവസ്വരൂപപരം തത് ജ്ഞാനം മാം ആപാദയ ത്വം ആജഷ്ട തം ത്വാം ഭജേ. അടുത്തത് ഈ ശ്ലോകത്തിൻ്റെ സാരാംശമാണ് നാം ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. ഭഗവാന്റെ ആ സ്വരൂപ ദർശനത്താൽ പരിഭ്രാന്തചിത്തനായ ബ്രഹ്മാവ് ഹർഷാവേശത്തിന് അധീനനായി അങ്ങയുടെ ആ പാദയുഗ്മങ്ങളിൽ നമിച്ചുകൊണ്ട് പ്രീതനും കൃതാർത്ഥനുമായി ഇപ്രകാരം പറഞ്ഞു. അല്ലയോ വിഭോ, അങ്ങയ്ക്ക് എൻ്റെ ആഗ്രഹം അറിയാമല്ലോ. ദ്വൈതവും അദ്വൈതവുമായ അങ്ങയുടെ സ്വരൂപത്തെക്കുറിച്ചുള്ള യഥാർത്ഥ ജ്ഞാനം എന്നിൽ ഉണ്ടാകണമേ. ഇപ്രകാരം ബ്രഹ്മാവിനാൽ അപേക്ഷിക്കപ്പെട്ട അങ്ങയെ ഞാൻ മേൽപ്പത്തൂർ ഇതാ വന്ദിക്കുന്നു. ഇതാകുന്നു ശ്ലോകത്തിൻ്റെ സാരം. നമസ്തേ.